അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രവാചകൻ മുഹമ്മദ് ഇബ്രാഹിം നബിക്ക് ദൈവം വിരോധിച്ചതും ബനൂ ഇസ്രായേലികൾ തുടർന്നു വന്നതുമായ ഭക്ഷ്യവിഭവങ്ങളിലെ നിരോധം എന്തുകൊണ്ട് മുഹമ്മദ് പിന്തുടരുന്നില്ല? ഇബ്രാഹിം നബിക്ക് ദൈവം നിരോധിച്ച വസ്തുക്കൾ മുഹമ്മദിന് എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതന്മാർ ആക്ഷേപിക്കുകയും മക്കയിലെ വിഗ്രഹാരാധകർ ജൂതന്മാരുടെ ഈ ആരോപണം ഏറ്റുപിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ജൂതന്മാർക്ക് ചില നല്ല ഭക്ഷണങ്ങൾ അള്ളാഹു ഹറാമാക്കിയിരുന്നു. അത് അവരുടെ ധർമ്മധിക്കാരം മൂലം അവർക്കെതിരെയുള്ള അള്ളാഹുവിൻ്റെ നടപടിയായിരുന്നു എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ജൂതന്മാരുടെ ഈ ആരോപണത്തിനുള്ള മറുപടിയായിക്കൊണ്ടാണ്. ഏതായാലും ഇബ്രാഹിമി പാരമ്പര്യം അവകാശപ്പെടുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളോ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മാറ്റിമറിക്കുന്ന ജൂതന്മാരോ ഇബ്രാഹിമി പാരമ്പര്യം അവകാശപ്പെടാൻ ഒരു യോഗ്യതയുമില്ലാത്തവരാണ്. കാരണം ഇബ്രാഹിം നബി ഏകദൈവ വിശ്വാസിയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുന്നവനുമായിരുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ വിവരിച്ചത്. തുടർന്ന് ഇബ്രാഹിം നബിയുടെ ഈ ഉദാത്തമായ പാരമ്പര്യം പിന്തുടരാൻ അർഹനായിട്ടുള്ളവൻ താങ്കളാണെന്നും താങ്കളും സത്യവിശ്വാസികളും അത് പിൻപറ്റുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്ന 123-ാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. സുമ്മ ഔഹൈന ഇലൈക, പിന്നെ നാം താങ്കൾക്ക് ബോധനം നൽകി. ഇബ്രാഹിം നബിയുടെ ഗുണങ്ങൾ വിവരിച്ച ശേഷം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള ഈ വിവരണം മുഖവുരയായി പറഞ്ഞ ശേഷം അദ്ദേഹത്തെ പോലെ ഒരാൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അദ്ദേഹത്തെ പിന്തുടരണമെന്നാണ് പിന്നീട് നാം താങ്കൾക്ക് വഹി നൽകിയത്. അനിത്തബ മില്ലത്തെ ഇബ്രാഹിമ, ഇബ്രാഹിമിൻ്റെ മില്ലത്ത് മാർഗം താങ്കൾ പിന്തുടരുക എന്ന്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് ഇസ്ലാം ദീനിനെ വിശേഷിപ്പിക്കുകയും അത് പിന്തുടരാൻ അള്ളാഹു ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിവരണം ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ്. ഏതായാലും കറകളഞ്ഞ ഏകദൈവ വിശ്വാസിയായിരുന്ന ഇബ്രാഹിമിൻ്റെ മില്ലത്താണ് ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾ പിന്തുടരേണ്ടത് എന്നാണ് പറയുന്നത്. ഹനീഫൻ, നിഷ്കളങ്കമായി. ഖുർആനിൽ 6 തവണ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മതം, മാർഗം, ദീൻ പിന്തുടരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ 5 തവണയും മില്ലത്തെ ഇബ്രാഹിമ ഹനീഫൻ എന്നതാണ് ആവർത്തിച്ചു പറയുന്നത്. നിഷ്കളങ്കനായ, ഋജുമാനസനായ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിന്തുടരുക, അതല്ലെങ്കിൽ ഇബ്രാഹിമി മില്ലത്തിനെ നിഷ്കളങ്കമായി പിന്തുടരുക എന്നതാണ് ആവർത്തിച്ചു പറയുന്നത്. ഇബ്രാഹിമി മതം പിന്തുടരുക എന്ന് പറയുന്നതിന് ഇബ്രാഹിം നബിക്ക് നൽകിയ മതനിയമങ്ങളുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട ശരീഅത്ത് പൂർണ്ണമായി പിന്തുടരുക എന്നല്ല, മറിച്ച് മില്ലത്ത് ഇബ്രാഹിമാണ് ഏകദൈവ വിശ്വാസവും പ്രവാചക വിശ്വാസവും പരലോക വിശ്വാസവും അടിസ്ഥാനമാക്കി സമ്പൂർണമായി ഒരു പ്രവാചകന് നൽകപ്പെട്ട ആദ്യത്തെ ശരീഅത്ത്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഈ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസ കാര്യങ്ങളെ അടിസ്ഥാന അവലംബമാക്കിക്കൊണ്ട് ഓരോ കാലത്തുമുള്ള പ്രവാചകന്മാർക്ക് അതത് കാലത്തെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള പ്രായോഗിക ഇസ്ലാമിക കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇസ്ലാമിക ശരീഅത്തുകൾ നൽകപ്പെട്ടത്. അതുകൊണ്ട് അവയൊക്കെയും ഇബ്രാഹിമി മില്ലത്താണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഏകദൈവ വിശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് ഒമാക്കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല, ബഹുദൈവാരാധകനായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ നമസ്കാരങ്ങളിലെ വജ്ജഹ്തു വജ്ഹിയ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയിൽ നാം പ്രഖ്യാപിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് മുമ്പിൽ നിഷ്കളങ്കനായ മുസ്ലിമായി കൊണ്ട് ഞാനിതാ വന്നു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാനൊരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെടുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇത് തന്നെയാണ് എല്ലാ സത്യവിശ്വാസികളും പിന്തുടരേണ്ട ഇബ്രാഹിമി മില്ലത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനം. ഇനി അടുത്ത ആയത്തിൽ യഹൂദർ ആചരിച്ചു പോന്ന സബ്ബത്ത് നാൾ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ആചരിക്കുന്നില്ല എന്ന ജൂതന്മാരുടെയും വിഗ്രഹാരാധകരുടെയും ആരോപണത്തിനുള്ള മറുപടി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.